അങ്ങനെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം. പക്ഷേ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. ക്യാമറ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് രാവിലെ തന്നെ എൻ്റെ മുഖത്തൊരു നല്ലൊരു ഗ്ലോയൊക്കെ തോന്നി. പണ്ടത്തേനിലൊക്കെ ഭയങ്കര വ്യത്യാസം. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. ഞാനൊന്ന് സന്തോഷിതാണ് എൻ്റെ ഫേസ് കണ്ടിട്ട്. അങ്ങനെ ഇത്തിരി നേരം കിടന്നുള്ള ആൾ അപ്പം തന്നെ എഴുന്നേറ്റ്. പിന്നെ അത് രാവിലത്തെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും കേട്ടോ. എല്ലാ സാധനങ്ങളും ഓരോ വഴിക്കായിരിക്കും. കാര്യം രാത്രി നമുക്ക് ഉറക്കമില്ലല്ലോ. ഇവൻ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള സകലമായ പണികളായിരിക്കും നമ്മളിവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനെ കണ്ണനെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയും അവിടെ ചെന്ന് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ രാവിലെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് പ്രസവരക്ഷയുടെ. ഇത് നമുക്ക് വിശ്വേക ആയുർവേദയിൽ നിന്ന് ആൾ വന്ന് ഹോം സർവീസാണ് ചെയ്യണത്. അപ്പോൾ അച്ഛൻ അതിന് വേണ്ടിയിട്ട് വേദവെള്ളം കാര്യങ്ങളൊക്കെ ചൂടാക്കണം. പിന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ കുട്ടി വന്നിട്ട് റെഡിയാക്കി തരും. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്ത് അപ്പോൾ ഞാൻ ആളോട് വീഡിയോസൊക്കെ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ എനിക്ക് ഇത്രയും ഫേസിലൊക്കെ ഇത്രയും വ്യത്യാസം വന്നത് ഇവരുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇതും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയാം, ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തോ എന്നുള്ളതൊക്കെ. നമ്മളൊന്നും വീഡിയോസ് ഒന്നും എടുത്ത് ഒരുപാട് വെച്ചിട്ടില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴും ഞങ്ങൾ കുറച്ച് നേരം ഇതുപോലെയൊക്കെ ഇരുന്ന് കളിച്ച് അവന് അതിൻ്റെ ഇടയിലുള്ള വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു തൊട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ആ തൊട്ടിലേക്ക് എടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളൊരു പേരിനൊരു സാധനം മേടിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുണിത്തൊട്ടിലൊക്കെ ഒന്ന് കെട്ടി നോക്കണം, ഓരോന്ന് മാറ്റി മാറ്റി നോക്കണമല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും അന്ന് രാത്രി നമുക്കിവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പ്രദക്ഷിണം, മറ്റേ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി അവനൊന്ന് കൊണ്ട് നിർത്തി. പ്രദക്ഷിണം വെച്ചാൽ ചെണ്ടയോ അതൊക്കെ വന്നപ്പോഴേക്കും അകത്തേക്ക് കയറ്റി ആ രൂപമൊക്കെ ഒന്ന് പോവല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുഞ്ഞിനെ ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ കൊണ്ട് നിർത്തിയതായിരുന്നു. അപ്പോഴേക്കും പിന്നെ അമ്മവനെയും കൊണ്ട് അകത്തേക്ക് കയറിയിട്ടാണ്. ഞാനപ്പോൾ മേലെ നിന്നിട്ട് ഈ പടക്കം പൊട്ടണതും പിന്നെ ഈ പ്രദക്ഷിണത്തിന് ഒരുപാട് ആളുകളുണ്ടാകും. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടൊക്കെ പോകുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ എല്ലാ കൊല്ലവും ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് എല്ലാ തവണയും പോകുന്നത്. അപ്പോൾ അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇത് കാണാനായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും കമൻസും കാര്യങ്ങളും എല്ലാം കാണേണ്ട ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പയ്യനെ വരാം. ഒരു ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തുതരാം. അപ്പോൾ ഓക്കെ, ബൈ.